നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് രാത്രി ഡ്രൈവിംഗിൽ നമുക്ക് മാനുവൽ ആയിട്ട് ആണല്ലോ ഇപ്പൊ നമ്മൾ ഡിമ്മ് ബ്രൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ഒരു ബീം അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ഈ റീസെന്റ് ആയിട്ട് നമ്മുടെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തായിരുന്നു. എൻസോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ. അപ്പൊ അന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോ തൊട്ട് നമ്മുടെ കമന്റ് സെക്ഷനിൽ ഒത്തിരി ആൾക്കാർ അവരുടേതായിട്ടുള്ള കുറെ ഡൗട്ടും കാര്യങ്ങളും പറഞ്ഞായിരുന്നു. അതിൽ മെയിൻ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ച ഒരു പോയിന്റ് ആണ്, അതായത് നമ്മൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മാനുവലി നമ്മുടെ കൈ കൊണ്ട് തന്നെ ഡിമ്മും ബ്രൈറ്റും നമ്മൾ മാറ്റുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റുമ്പോ എന്തിനാ ഈ ഒരു 15,000 രൂപ ഞാൻ മുടക്കണം? അതൊരു വാലിഡ് പോയിന്റ് ആണ്. ഞാൻ എന്തിനാ എനിക്ക് കയ്യും ല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ ഒരു പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി നമ്മളെ എന്താണ് ഡ്രൈവ് ചെയ്തത്? ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാനും ഇതിനെ ഡ്രൈവ് ചെയ്യുന്നതിന്റെ കാരണവും ഈ ചോദ്യം തന്നെയാണ്. ഒരു മനുഷ്യൻ ഇത് നമുക്കറിയാമല്ലോ, CRRI സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്, ഇവരൊക്കെയാണ് ഈ ഇത്തരം കാര്യങ്ങളിൽ റിസർച്ച് ചെയ്യുന്നത്. വണ്ടിയിൽ എന്ത് മാറ്റങ്ങൾ വരണം, എന്ത് പുതിയ സെക്യൂരിറ്റി സിസ്റ്റംസ് വണ്ടിയിൽ കൊണ്ടുവരണം, റോഡ് സേഫ്റ്റിക്ക് വരുന്ന സാധനങ്ങൾ കൊണ്ടുവരണം. ഇവര് വർഷങ്ങളായിട്ട് ഇവർ ശരിക്കും മെനക്കെട്ട് പണിയെടുത്ത് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനമാണ്. മനുഷ്യന് മാനുവലായിട്ട് ഡിമ്മ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങൾക്ക് കാണാം, നമുക്ക് എത്രയോ പരസ്യങ്ങൾ വരുന്നു, ഗവൺമെന്റിന്റെ പരസ്യങ്ങൾ വരുന്നു. ഡിം ചെയ്യൂ, ജീവൻ രക്ഷിക്കൂ, റോഡ് സൈഡ് ബോർഡ് കൊടുക്കുന്നു. കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ആൾക്കാരെ പ്രോംപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരു മാനുവലി ഡിപ്പ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണല്ലോ വണ്ടി അപകടങ്ങൾ കൂടുന്നത്, രാത്രി കാലങ്ങളിൽ അപകടങ്ങൾ കൂടുന്നതൊക്കെ റോഡ് ഫാറ്റ്, ഈ വിഷൻ ഫാറ്റിക് ഉള്ളത് കൊണ്ടാണല്ലോ. അപ്പം അതിനെ പരിഹരിക്കാനാണ് നമ്മൾ ഇത് കൊണ്ടുവന്നത്. അപ്പൊ നമ്മൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് മാനുവലി ഡിപ്പിംഗ് പോസിബിൾ അല്ല? അതിന് ഫസ്റ്റ് ഉദാഹരണം റോഡ് ഫാറ്റിക് ആണ്. റോഡ് ഫാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ 30 മിനിറ്റ് അല്ലെങ്കിൽ 30 കിലോമീറ്റർ, ഇങ്ങനെയാണ് CRRI പറയുന്നത്. ഈ സമയത്ത് വണ്ടി ഓടിക്കുന്ന ഒരു ഡ്രൈവറിന് ഫാറ്റിക് അധികരിക്കും, റോഡ് ഫാറ്റിക് അധികരിക്കും. റോഡ് ഫാറ്റിക് അധികരിക്കുകയും ഇതിന് മേളിൽ വേറൊരു സംഭവം ഉണ്ടാകുന്നുണ്ട്. അതായത് നമ്മുടെ ചിന്തകൾ വണ്ടി ഓടിക്കുന്നതിൽ നിന്ന് മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവനാണെങ്കിൽ ഈ സാമ്പത്തികത്തിനെ പറ്റിയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. നാളെ എനിക്കൊരു ചെക്ക് വരുന്നു, അത് പാസ്സാക്കണം, അല്ലെ ഇത്ര രൂപ വേണം. ഇനി വീട്ടിൽ എന്തെങ്കിലും അസുഖമുള്ളവൻ, അവന്റെ വൈഫിനോ കുട്ടികൾക്കോ ഒക്കെ അസുഖമുള്ളവൻ അതിനെപ്പറ്റി ആയിരിക്കും ചിന്തിക്കുക. ഇനി ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ലൈക്ക് നമ്മൾ ഈ പറയുന്ന ഷുഗറോ ബ്ലഡ് പ്രഷറോ ഒക്കെ ഉള്ള ആൾക്കാർ പെട്ടെന്ന് ഫാറ്റിക്കിന് അടിമയാവും. അപ്പം ആ ഫാറ്റിക്ക് വന്നു കഴിയുമ്പം ഇത്തരം ഡ്രൈവിംഗ് മാനേഴ്സ് ആൾക്കാർ വിട്ടുപോവാണ്, മറന്നു പോവാ. അപ്പം ഓരോ പ്രാവശ്യം അയ്യോ അടുത്ത വണ്ടിക്ക് നമ്മൾ ചെയ്യാവുന്ന ഡിസൈഡ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ ചിന്തകളിൽ പോകുന്നു, അല്ല നമ്മുടെ ഫാറ്റിക്കിൽ പോകുന്നു, നമുക്കത് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇത് ഏതൊരു അവസരത്തിലും ഒരു അപകടത്തിനെ നമുക്ക് ക്ഷണിച്ചു വരുത്തുകയോ നമ്മൾ ഒരു അപകടത്തിൽ പോയി പെടുകയോ ചെയ്യും, അല്ലെ? ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളൊരു അസിസ്റ്റൻസ് കൊടുക്കുന്നത്, ഒരു മെഷീൻ അസിസ്റ്റൻസ് കൊടുക്കുകയാണ്. ആ മെഷീൻ അസിസ്റ്റൻസ് നമ്മൾ AI ബേസ് ചെയ്തിട്ട് റോബോട്ടിക്, അതിപ്പം മോഡേൺ ഇലക്ട്രോണിക്സ് അങ്ങനെയാണ് പോകുന്നത്. എല്ലാം മോഡേൺ ഇലക്ട്രോണിക്സിനകത്തും റോബോട്ടിക്സും ഉണ്ട്, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഉണ്ടാവും. അത് ബേസ് ചെയ്തിട്ട് അതിനെ എത്ര പെർഫെക്റ്റൈസ് ചെയ്യാം അത്രയും പെർഫെക്റ്റൈസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ മെഷീൻ വെച്ച് അസിസ്റ്റ് ചെയ്യാണ് ഡ്രൈവറിനെ. അപ്പം നമ്മൾ അപകടത്തിൽ പെടാതിരിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഒരാളെ അപകടത്തിൽ പെടുത്താതിരിക്കുക എന്നുള്ളത്. അതൊരു ഡിവൈസ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? അപ്പൊ നമുക്ക് കൈയുണ്ട്, ഞാൻ ഡിപ്പ് ചെയ്യുന്നു, ബ്രൈറ്റ് ചെയ്യുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റിന് ഈ പൈസയുടെ ചെലവൊന്നും ഇല്ലല്ലോ, അല്ലേ? ഗവൺമെന്റിന് ഈ സമയം ഒന്നും മെനക്കെടുത്തേണ്ട കാര്യമില്ലല്ലോ. അതെ. അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ഇപ്പൊ നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് ഇങ്ങനെ കമന്റ് ചെയ്തിട്ട് ആൾക്കാരുണ്ടല്ലോ, അവര് ലൈഫിൽ ഒരു തവണയെങ്കിലും ഈ നൈറ്റ് ഡ്രൈവിൽ ഓപ്പോസിറ്റ് വന്ന ആൾ അവനോട് ചോദിച്ചു കാണത്തില്ലേ, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? അവര് ചെയ്യാത്ത ഒറ്റ തവണയെങ്കിലും തെറി കേട്ടോ. അതായത് ഈ ലൈറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കൂടുതൽ ലൈറ്റ് ഒരാളുടെ മുഖത്തോട്ട് അടിച്ചു കൊടുത്താൽ ആരും പറയില്ല അടിപൊളി ലൈറ്റ് ആടാ, സന്തോഷം, താങ്ക് യു എന്ന് പറയില്ല. നിങ്ങൾ നല്ലൊരു മ്യൂസിക് സിസ്റ്റം വണ്ടിയിൽ വെച്ച് ചെയ്ത ആൾക്കാർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. നല്ല വണ്ടിയിൽ നല്ലൊരു ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയെ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷെ കണ്ണിലോട്ട് ലൈറ്റ് അടിച്ചു കൊടുത്താൽ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ ഓപ്പോസിറ്റ് വരുന്നതിനെ പ്രാഗിയിട്ടാണ് പോകുന്നത്. അവിടെ നമ്മൾ വീണ്ടും ഒരു ടാഗ് ലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന ഏൺ റെസ്പെക്ട് നോട്ട് എ കേഴ്സ്. നിങ്ങൾ റെസ്പെക്ട് കിട്ടട്ടെ, നിങ്ങൾക്ക് പ്രാക്ക് കിട്ടാതിരിക്കട്ടെ, അതിനും നമ്മൾ ചെയ്യും. പക്ഷെ മാനുവലി പറ്റില്ല എന്ന് പറഞ്ഞാൽ എത്ര നല്ല ഡ്രൈവർ ആണെങ്കിലും റോഡ് ഫാറ്റിക് അധികരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ട് മാനുവലി ഓപ്പറേറ്റ് പറ്റില്ല. അപ്പൊ അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നെങ്കിൽ ഒഴിവായിക്കോട്ടെ. ഇത് മാത്രമല്ല, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഇത് മാത്രമല്ല, ഇതിന് അഡീഷണൽ ബെനിഫിറ്റ്സ് പലതും ഉണ്ട്. ഇപ്പൊ ഈ കണ്ണ് ചുരുങ്ങി പോകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, നമ്മളത് നമ്മുടെ വീഡിയോയിലും പറയുന്നുണ്ട്. പലപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ നമ്മളത് പലർക്കും കമന്റ് ആയിട്ട് കൊടുക്കാൻ, റിപ്പീറ്റ് കമന്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിലർ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, ചിലർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല.
ഓപ്പോസിറ്റ് ഒരു വെളിച്ചം വന്ന് നമ്മുടെ കണ്ണ് ചുരുങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ലോ റിഫ്ലക്റ്റിംഗ് ഏരിയാസ് ഒന്നും കാണാൻ പറ്റാതെ റോഡിന്റെ അപ്പൊ എന്താ പറ്റുക, നമ്മള് ഒരു റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു പോസ്റ്റ് കണ്ടില്ല, മരം കണ്ടില്ല, മയിൽക്കുറ്റി കണ്ടില്ല, അതേപ്പോ ഇടിച്ചു കയറും. രാത്രിയിൽ ആരും അത്ര പെട്ടെന്ന് ഒരു അറ്റൻഡൻസ് കിട്ടില്ല, നമ്മൾ മരിക്കും. അതൊരു ഫെയ്റ്റലാണ് ആക്സിഡന്റ്, പകൽ പോലത്തെ അല്ല ആക്സിഡന്റ്. അപ്പം അതിനെ ഒഴിവാക്കാനും ഇതുപോലെ ശരിക്കും നമ്മൾ ഡിമ്മ് ചെയ്യുമ്പോ അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നത് ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് ബെനിഫിറ്റ്, സോ ഞാൻ എന്തിന് കാശ് മുടക്കണം, ആ ഒരു സംഭവം ഉണ്ട്. അതിനപ്പോ എന്താ പറയാനുള്ളത്? അല്ല, ബെനിഫിറ്റും മറ്റു ഓപ്പോസിറ്റ് ഉള്ളവനും വേണമല്ലോ. ഒരു റോഡില് വണ്ടി ഓടിക്കുമ്പോ നമ്മുടെ കുടുംബസ്വത്തൊന്നും അല്ലല്ലോ. നമ്മൾ വരുമ്പോ എല്ലാരും മാറി തരിക, നമ്മൾ മാത്രമായിട്ട് ഈ വണ്ടി ഓടിച്ചു പോവാ, അങ്ങനെ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാരും ടാക്സ് പേയേഴ്സ് ആണ്, എല്ലാരും റോഡ് യൂസേഴ്സ് ആണ്, അല്ലേ? റോഡ് എല്ലാവരുടെയും സ്വന്തമാണ്. അപ്പം അതൊന്ന്. അപ്പം നമ്മള് ഡിമ്മ് കൊടുക്കുക എന്നുള്ള ആ മര്യാദ നമ്മൾ, ബിക്കോസ് നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഓൾറെഡി നമ്മൾ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം ഡിമ്മ് കൊടുക്കുക എന്നുള്ളൊരു മര്യാദയുണ്ട്. അതിന് നമ്മൾ ആദ്യം ഡിമ്മ് കൊടുത്ത് മര്യാദ കാണിക്കുന്നു. ഓക്കെ, അയാളും ഡിമ്മ് തരുവാണെങ്കിൽ കടന്നു പൊക്കോട്ടെ. ഇല്ല, ഇനി അയാൾ ഡിമ്മ് തരുന്നില്ല എന്ന് വിചാരിക്കുക, നമ്മൾ വീണ്ടും ഹൈ ബീമിലേക്ക് വീണ്ടും സ്വിച്ച് ആവും ഓട്ടോമാറ്റിക്കലി. അങ്ങനെ ഹൈ ബീമിലേക്ക് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ആവുന്നതുകൊണ്ട് അപ്പൊ നമ്മൾ ഓർക്കും അയാളുടെ കണ്ണടിച്ച് പോകില്ലേ. അവിടെ നമുക്കാണ് പിന്നെ പ്രയോറിറ്റി. നമ്മൾ ആദ്യം മര്യാദ കാണിച്ചു, ലോബിയും കൊടുത്തു, അയാൾ ലോബിയും തരുന്നില്ല, അയാൾ ഹൈ ബീമിൽ കയറി വരുന്നു. ഇനിയും അതിന്റെ പുറകിലും വീണ്ടും ഒരു സ്റ്റഡി ഉണ്ട്, എന്തുകൊണ്ടാണ് ഓപ്പോസിറ്റ് വരുന്നവൻ കൃത്യമായി ഡിപ്പ് തരാത്തതെന്ന്. ഒരുപക്ഷെ അയാൾ കടന്നു വന്ന വഴിയിൽ അയാൾ പലർക്കും ഡിപ്പ് കൊടുത്തിട്ട് ഇതുപോലെ പലരും ഡിപ്പ് കൊടുത്തിട്ടുണ്ടാവില്ല. ഞാൻ റോഡിലോട്ട് ഇറങ്ങിയ ചില സമയത്ത് പണ്ട് എന്റെ പ്രധാന സമയം എന്റെ കൂട്ടുകാരൊക്കെ പറയാൻ വെച്ചാല് ഞാൻ ഡിം അടിച്ച് കൊടുക്കത്തേ ഉണ്ട്. കാരണം വെച്ചാല് എതിരെ വരുന്നത് ഞാൻ എന്തിനു കൊടുക്കണം, മെന്റാലിറ്റി. അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ടാവും. 90% ആൾക്കാരും അയാൾക്ക് മര്യാദ കൊടുത്തിട്ടുണ്ടാവില്ല. അങ്ങനെ കൊടുക്കാതെ വരുമ്പോ അയാളും മടുത്തിട്ട് അയാളും ഹൈ ബീമിൽ വെക്കുന്നതായിരിക്കും. എന്തിനു ചെയ്യുന്നത്? ഇനി അയാൾക്ക് നമ്മുടെ പുറകിലോട്ടാണല്ലോ 180 ഡിഗ്രി ബാക്കിൽ എന്താ നടക്കുന്നത് നമുക്കറിയില്ല. അയാൾക്ക് ചിലപ്പോ ഹൈ ബീം വേണമായിരിക്കും, അല്ലേ? അപ്പൊ അതും ഒരു കോൺസെപ്റ്റ് ആണ്. എവിടെയാണേലും അവിടെ നമ്മൾ പിന്നെ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യാണ്. നമ്മൾ സേഫ് ആയിട്ട് ആ ക്രോസിംഗ് നടക്കുക. അതിനുവേണ്ടി നമ്മൾ തിരിച്ച് ഹൈ ബീം കൊടുക്കണമെങ്കിൽ ഹൈ ബീം കൊടുക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് ലോ ബീമിൽ നിലനിൽക്കുന്ന അയാളും ലോ ബീമാണ്, നമ്മൾ ലോ ബീമിൽ നിലനിർത്തും. ഓക്കെ, എന്നിട്ട് നമ്മളൊരു നല്ല ക്രോസിംഗ് കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി തിരിച്ച് നമ്മൾ ഹൈ ബീമിൽ വരും. അതാണല്ലോ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ലോ ബീം തരാതെ ഹൈ ബീമിൽ കയറി വരുവാണെങ്കിൽ ഒരു സേഫ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്. അത് ഡ്രൈവിംഗ് എഞ്ചിനീയറിംഗ് ആണ്. ഈ എഞ്ചിനീയറിംഗ് ഈ സ്ഥലത്ത് വെച്ച് നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹൈ ബീം ആവും. അപ്പൊ അതിന്റെ കാരണം എന്താ? നമ്മുടെ കണ്ണ് അവന്റെ ലൈറ്റ് അടിച്ച് നമ്മുടെ കണ്ണ് ചുരുങ്ങി പോവുകയും ചെറിയ റിഫ്ലക്റ്റഡ് ഏരിയാസ് നമുക്ക് കാണാൻ പറ്റാതായി പോകും. ഫോർ എക്സാമ്പിൾ, റോഡിന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു ഇലക്ട്രിക് പോസ്റ്റോ, ഒരു മയിൽക്കുറ്റിയോ, ഒരു മരവോ, ഇനി ഒരു പശുവോ കാറ്റിൽസ് എന്തെങ്കിലും ക്രോസ് ചെയ്താലോ നമ്മൾ അറിയില്ല. ഇനിയും ഡാർക്ക് ഡ്രസ് ഇട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലും ചിലപ്പോൾ നമ്മൾ കണ്ടിരിക്കില്ല. ഇനിയും ഇതിനെല്ലാം ഉപരിയുള്ള ഒരു അപകടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വഴിയിൽ ഡെഡ് ആയിട്ട് ഒരു വെഹിക്കിൾ കിടപ്പുണ്ടാകും. അതിന്റെ റിഫ്ലക്ടർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരാൾ അത് വെച്ചിട്ടില്ല എങ്കിൽ അതിന്റെ പുറകിൽ പോയി നമ്മൾ ഇടിച്ചു കയറി നമ്മൾ തന്നെ മരണപ്പെടും. അപ്പൊ ടൈമിൽ നമുക്ക് ഈ റിഫ്ലക്റ്റഡ് സാധനങ്ങൾ കാണണമെന്നുണ്ട് നമ്മൾ ഹൈ ബീം ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവണം. അതൊരു പർട്ടിക്കുലർ സ്ഥലത്ത് വെച്ച് അത് ഓപ്പൺ ആവണം. ഓപ്പൺ ആയാലേ നമുക്ക് ലോ റിഫ്ലക്റ്റിംഗ് ഏരിയയുടെ റിഫ്ലക്റ്റീവ് ഇൻഡെക്സ് കൂട്ടുകയും നമുക്ക് ആ സാധനത്തിനെ വ്യക്തമായി കാണുകയും ചെയ്യാം. അപ്പൊ നമുക്കുണ്ടാകുന്ന പാനിക്കേഷൻ ഒഴിവാകുകയും ചെയ്യും. ഇതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ്. അപ്പൊ ഈ ബെനിഫിറ്റ്സ് എല്ലാം കിട്ടാൻ വേണ്ടി ഒരു നിസ്സാര എമൗണ്ട് നമ്മൾ മുടക്കി ഒരു സേഫ്റ്റി ഡിവൈസ് വെക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? നമ്മൾ 1 ലക്ഷം രൂപയുടെ 2 ലക്ഷം രൂപയുടെ ഒക്കെ സീറ്റ് കവർ മേടിച്ച് വണ്ടിയിലിടും. ആ വണ്ടിയുടെ കംപ്ലീറ്റ് സിറ്റിംഗ് എർഗണോമിക്സ് നശിപ്പിച്ചു കളയും. വേറെ വലിയ കോമഡി ഉണ്ട്. അതായത് ഹെൽമെറ്റ് വെച്ചാല് അവനെ റൈറ്റിലേക്കാണ് പോകേണ്ടത്. നമുക്ക് സാറേ ഹെൽമെറ്റ് വെച്ചാൽ ചീകിയ മുടി മോശമായി പോകുന്ന സിനിമയിൽ പോലും വന്നിട്ടുണ്ട്. ചിന്തിക്കുന്ന ആൾക്കാരാണ്. പോലീസ് പിടിക്കാതിരിക്കാണ്ട് ജസ്റ്റ് ലോക്കൽ ഒരു സാധനം മേടിച്ചേക്കുന്നു. അതെ, നമ്മൾ ഈ ചിൻ സ്ട്രാപ്പ് ഇടാത്ത എത്ര പേരുണ്ട് പറഞ്ഞു കൊടുത്തു. ഒത്തിരി ആൾക്കാരുണ്ട്. ചുമ്മാ പോലീസിനെ കളിപ്പിക്കുക. ഈ പോലീസിനെ കളിപ്പിച്ച് അവനവൻ അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ പോലീസിന് എന്താ? അല്ല, പോലീസിന് എന്താ നിർബന്ധം? പോലീസിന് യാതൊരു നിർബന്ധമില്ല. പോലീസ് നിയമത്തെ നടപ്പാക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ അത്രേ ഉള്ളൂ. ഇത് റോഡ് സേഫ്റ്റി അല്ലെങ്കിൽ നമ്മൾ വേറൊരാളെ പെടാതിരിക്കുക, ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്ത ബോധമാണെന്ന്, ഒരു സിറ്റിസൺഷിപ്പിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാലം
ആണ് ഈ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അതെ. അപ്പൊ ഇത്തരം മെഷീൻസ് അങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ബോധം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ഫാറ്റിക് അധികരിച്ചിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം സിസ്റ്റം. ഇപ്പൊ അനിൽ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ അനിൽ പറഞ്ഞില്ലേ സ്റ്റീരിയോ മാർക്കറ്റിൽ ഇറങ്ങിയ സമയത്ത് കാർ ഓഡിയോ എന്താ അനിലെ അല്ലേ, കാർ ഓഡിയോ ഇറങ്ങിയ സമയത്ത് കാർ ഓഡിയോ വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ശ്രദ്ധ നശിക്കുമെന്നും അതുവഴി അപകടങ്ങൾ ഉണ്ടാവുമെന്നും പറഞ്ഞ എത്രയോ കസ്റ്റമേഴ്സ് ഉണ്ട്. അവരെയൊക്കെ നമുക്ക് മണ്ടന്മാരാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല അതെങ്ങനെ വിളിക്കണമെന്നുള്ളത്. വരുന്ന സമയത്ത് കമ്പ്യൂട്ടർ വന്ന സമയത്ത് എന്താ പറഞ്ഞിട്ടുണ്ടേ? അതെ 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 ആൾക്കാരുണ്ട്. അതെ അതെ അതെ. എടാ ഇവിടുന്ന് ലെഫ്റ്റ് പോവാം അല്ലേ. അതുപോലെ തന്നെ സാറേ പിന്നെ ഒരു റീലിന്റെ അടിയില് വന്നൊരു കമന്റ് ആണ്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ റീല് തുടങ്ങുന്ന ഇങ്ങനെ നമ്മുടെയൊക്കെ ജീവന്റെ ഒരു കമന്റ് വന്നാണ് 15,000 രൂപ നമ്മുടെ ജീവന് വിലയുള്ളൂ. ആൾക്കാർ നമ്മൾ പറയുന്ന കാര്യങ്ങളെ അവർ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ. പുള്ളിക്ക് ചിലപ്പോ മനസ്സിലായത് അങ്ങനെ ആയിരിക്കാം. ഞാൻ എന്റെ ജീവൻ ഇട്ട വില അതിന് കൊടുത്ത റിപ്ലൈ ഞാൻ കണ്ടു, എനിക്കത് ഇഷ്ടപ്പെട്ടു. ഓർക്കുന്നുണ്ടോ? അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് സാറ്. ആ 15,000 രൂപയുടെ ഒരു ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഞാൻ പറയാൻ വന്നേ. ഒരു ജീവന്റെ വില എന്ന് പറയുന്നത് നിശ്ചയിക്കാൻ പറ്റത്തില്ല. ഇൻഫിനിറ്റിയാ. നമ്മുടെ ഇപ്പം 1000 കോടി നമ്മുടെ കയ്യിലുണ്ട്. ഒരാൾ മരിച്ചു അല്ലെ മരിക്കാൻ പോകുന്നു, ഈ 1000 കോടി ഡോക്ടറിന് തരാം, ആശുപത്രിക്ക് തരാം, അവന്റെ ജീവൻ തിരിച്ചു തരാമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി നോ. അതായത് ഒരു അപകടത്തിൽ നമ്മൾ പെടുവോ അല്ലെ നമ്മളൊരു പ്രശ്നത്തിലേക്ക് പെടുവോ, പെടാതിരിക്കുക എന്നുള്ളതാണ് അല്ലെ. നമ്മൾ പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ ഒരു ചെളിയിൽ ചവിട്ടി കാല് കഴുകുന്നതിനേലും ഭേദം ചെളിയിൽ ചവിട്ടാതിരിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് അപകടത്തിൽപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ആക്റ്റീവ് സേഫ്റ്റി എന്നൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് ഒരു ആക്റ്റീവ് സേഫ്റ്റിയാണ്, 100% യൂട്ടിലിറ്റിയാണ്. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്താൽ ഉടനെ തന്നെ ഇത് സ്റ്റാർട്ടാവുകയായി ഇത് ആക്റ്റീവായിട്ട് നിങ്ങളെ അപകടത്തിൽപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഒരു എയർ ബാഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപകടത്തിൽ പെട്ട് കഴിഞ്ഞിട്ട് നമ്മളെ സേഫ് ആയിട്ട് നിർത്തുക എന്നുള്ളത്. അപ്പം ഇത്ര സാരം. അപ്പൊ ഈ ജീവന്റെ വിലയാണ് പറയുന്നത്. ജീവന് വില നിശ്ചയിക്കാൻ നമുക്ക് ആവില്ല. ഓരോ ജീവന്റെയും വില അമൂല്യമാണ്. അപ്പം അവിടെ 15,000 രൂപ നിലനിർത്തി ഒരു പാവപ്പെട്ടവന്റെ ജീവൻ രക്ഷപ്പെടുന്നു. ഒരു 2 വീലറുകാരൻ നമ്മൾ അടിച്ചു കൊടുക്കുന്ന ഹെഡ്ലൈറ്റ് കാരണം അയാളുടെ കാഴ്ച നഷ്ടപ്പെടുകയും അയാൾ അപകടത്തിൽ പെടുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിന് പോയി. അതെ, നമ്മൾ അങ്ങനെ ഒരു അപകടം കണ്ടു, പാലക്കാട് ഒരു കണ്ടു. അല്ല ഇപ്പൊ നമ്മുടെ സാധനം മാത്രമല്ല, എന്ത് സേഫ്റ്റി ഡിവൈസ്, എന്ത് സേഫ്റ്റി നമ്മൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം നമ്മൾ നിർബന്ധമായി പാലിക്കണം. സീറ്റ് ബെൽറ്റ് ഈ കഴിഞ്ഞ വലിയ കോമഡി ഉണ്ടോ, അതായത് വാഹനം കത്തുന്നതിനകത്ത് സീറ്റ് ബെൽറ്റ് ഒരു വലിയ പ്രശ്നം, സീറ്റ് ബെൽറ്റ് പിന്നെ രക്ഷപ്പെടാൻ പറ്റുന്നതൊക്കെ നിരോധിക്കണമെന്ന്. അതില്ലെങ്കിൽ പിന്നെ ചാടി പോകാനല്ലോ. അതെ, വണ്ടി ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ചെറുത് സിമ്പിൾ ബ്രേക്കിംഗിൽ അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നമ്മൾ തെറിച്ച് ഗ്ലാസ് സിമ്പിൾ ആയിട്ടാണ്. 20 കിലോമീറ്റർ സ്പീഡിൽ പോയാലും ഒരു ചവിട്ടി ഓട്ടിയാൽ എടുത്തു ദൂരക്കളെ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇത്തരം ഈ കമന്റ് അടിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ നമുക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓക്കെ, അതിനകത്ത് ചിലർ വളരെ ജെന്യൂൺ ആയിട്ടുള്ള കമന്റ് ആണ്. അവർക്ക് നമ്മൾ റിപ്ലൈ കമന്റ് കൊടുത്തപ്പോഴെല്ലാം അവരതിനെ അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളോട് ഒരു നല്ല ഡിബേറ്റിന് വരികയും ഒരു വൈസ് ഡിബേറ്റിന് വരികയും ചെയ്തിരുന്നു. അത് നമുക്ക് രസമാണ്, നമുക്ക് തിരിച്ച് കമന്റ് ചെയ്യാം. ഫ്രാങ്ക്ലി അറിയത്തില്ലാത്ത ആൾക്കാരുണ്ട്. അതല്ലാതെ ചില മണ്ടൻ കമന്റുകൾ മണ്ടൻ ഒരു ഞരമ്പ് കമന്റുകളൊന്നും അതുകൊണ്ട് അതാണ് കൂടുതൽ നമുക്ക്. അയാളോട് നമ്മൾ എന്തെല്ലാം പറഞ്ഞു കൊടുത്താലും എന്തെല്ലാം സാധനം പറഞ്ഞു കൊടുത്താലും ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഐക്യാറ്റ് 12 പാരാമീറ്റേഴ്സ് വെച്ച് ടെസ്റ്റ് ചെയ്ത് അവർ അതിന്റെ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. റിപ്പോർട്ട് നമ്മൾ പബ്ലിക്കലി ഓപ്പൺ ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പലരും പറയും എന്റെ IRI ഉണ്ട് ഐക്യാറ്റ് ഉണ്ടെന്ന് പറയുമെങ്കിലും അവർ പബ്ലിക്കലി തരത്തില്ല. അതിന്റെ ഉടായ്പ് വേറൊരു ഭാഗത്തുണ്ട്. അങ്ങനെ ചില സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല വിഷ്ണു, കണ്ടിട്ടുണ്ട്. അപ്പം പക്ഷെ നമ്മൾ പബ്ലിക്കലി ഓപ്പൺ ആയിട്ട് കൊടുക്കുകയാണ്. മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സിന്റെ STQC സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, എല്ലാ ഫങ്ഷണൽ ടെസ്റ്റും പാരാമീറ്റേഴ്സും കൺട്രോൾ ചെയ്തിട്ട്. അത് നമ്മൾ പബ്ലിക്കലി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടും മനസ്സിലാവാതെ കമന്റ് അടിക്കുന്ന ആൾക്കാര് പിന്നെ അവര് ഇതിനങ്ങനല്ല, ടെക്നോളജി ഇങ്ങനെയാണ്, ഇത് നടക്കില്ല, ഇതാണെന്ന് പറഞ്ഞു. ഇതോ നടന്നു. 7,000 വണ്ടികളിൽ നമ്മൾ ഫിറ്റ് ചെയ്തു. ഗവൺമെന്റ് അപ്രൂവൽ ആവുന്നു. പഞ്ചാബിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. പൻബസിലെല്ലാം ഈ സാധനം വന്നു കഴിഞ്ഞു.
സാനി XCMG പോലത്തെ OEMs ഈ സാധനം വന്നു കഴിഞ്ഞു. അതുപോലെ സാറേ വേറെ കോമഡി ഉണ്ട്. നമ്മുടെ ഈ പ്രോഡക്റ്റ് 2000 രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള സാധനമുള്ളൂ, ഓവർ എഞ്ചിനീയർഡ് ആണ് ഇത്ര പറഞ്ഞ ആൾക്കാരുണ്ട്. അതെ അതെ. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്താന്ന് പറയാൻ അയ്യോ അതിന് അവർക്ക് അതിനെപ്പറ്റി അറിവില്ലായ്മെന്ന് എനിക്കിത് പറയാനുള്ളൂ. കാരണം ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇലക്ട്രോണിക്സിന്റെ മാനുഫാക്ചറിങ്ങിലും അത്തരം കാര്യങ്ങളും ചെയ്യുന്നവരാണ്. നമുക്കിപ്പോ 2000 രൂപയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് അത് ഈ 10,000 രൂപയ്ക്ക് വിൽക്കാമെങ്കിൽ ഇതിൽ കൂടുതൽ ലാഭമുള്ള ബിസിനസ്. പിന്നെ വേറെ കാര്യമുണ്ട്, 2000 രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാം ഇല്ല നമ്മൾ പറയുന്നില്ല. ഇല്ല, പക്ഷേ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫങ്ഷണാലിറ്റി കാര്യങ്ങൾ അതിന്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. നമ്മുടെ ഇവിടെ വാഹനം നമ്മൾ കാർ വാങ്ങുമ്പോഴേ നമുക്കിപ്പം 800 വണ്ടിയും വാങ്ങാം, മെർസിഡീസ് ബെൻസും മേടിക്കാം. 800 നമുക്ക് അവിടെ തന്നെ കയറാം. ഇവിടെയാണ് നമ്മള് 800ഉം തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് നമുക്ക് എറണാകുളത്ത് എത്താം. മെർസിഡീസ് ബെൻസിലും തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് വരാം. 2 രീതിയിലായിരിക്കുന്നേ ഉള്ളൂ. ഡൽഹിക്ക് നമുക്ക് ട്രെയിനിലും പോവാം, ഫ്ലൈറ്റിലും പോവാം. രണ്ട് രീതിക്കായിരിക്കും, 2 രീതിയായിരിക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യുന്നത്. അപ്പം ഇതിന് 500 രൂപയ്ക്കും ഡിം ചെയ്യുന്ന സാധനം ഉണ്ടാക്കാം. പക്ഷെ ഈ ലോജിക് ഒന്നും വർക്ക് ചെയ്യില്ല. നമുക്ക് വേണ്ട തന്നെ നമുക്കൊരു ഡ്രൈവിംഗ് പാർട്ട്ണറിനെയാണ് വേണ്ടത്. രാത്രിയിൽ നമ്മുടെ കൂടെ ഇരുന്ന് വണ്ടി ഓടിക്കുന്ന, ഈ ഹെഡ്ലൈറ്റ് കൺട്രോൾ ചെയ്യുന്ന, മനുഷ്യനെ പോലെ ചിന്തിക്കുകയും ഹ്യൂമാനിറ്റി ബേസ് ചെയ്തിട്ട് മനുഷ്യനെ പോലെ ചിന്തിക്കുകയും റൂൾസിന് ഒരു ഫാറ്റിഗും ഇല്ലാതെ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. അതിന് ഇത്രയും പൈസ ആവും, അതിന് കമ്പണന്റ് വരും. ഇതൊരു സേഫ്റ്റി ഡിവൈസ് ആണ്. ഇവിടെ തല്ലിക്കൂട്ട് സാധനം കൊടുത്ത് നാളെ ഇത് വർക്ക് ചെയ്ത് കളയാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അന്നും വന്ന് പറയും, ഈ കമന്റ് ഇട്ടവൻ തന്നെ പറയും, അയ്യോ ഇതിന് അപ്പം അതുകൊണ്ട് ഇവനിപ്പം നമ്മുടെ നാട്ടില് കാശ് മുടക്കാനില്ലാത്തവൻ, ഇപ്പൊ നമ്മളൊരു സാധനം നമ്മളവനെ കാണിച്ചിട്ട് പറഞ്ഞു ഇത് സാധനമാണ്, ഇതിന് 10,000 രൂപ വിലയാണ്. എന്റെ ക്യാഷ് ഇല്ലെങ്കിൽ അയ്യോ എന്റെ പൈസ ഇല്ല, അതുകൊണ്ട് ഞാനിത് മേടിക്കുന്നില്ലെന്ന് പറയില്ല. അയ്യോ ഇത് കൊള്ളില്ല അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇവരെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. ജെന്യൂൻ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്നവർക്ക് നമുക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം. ഗുഡ്. ഇത്തരം ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഇതിനൊരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്, 18% GST ഉണ്ട്. വിൽക്കുന്ന ഡീലറിന് എന്തെങ്കിലും കിട്ടും. ഇത് ഉണ്ടാക്കുന്നത് വിൽക്കാൻ വേണ്ടിയാണല്ലോ. വിൽക്കുന്ന എന്തിനാ? കുറച്ച് ലാഭം കിട്ടാൻ വേണ്ടിയാണ്. കുറച്ച് ലാഭം, സ്റ്റാൻഡേർഡ് ലാഭം ഡീലറിന് കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആ ലാഭത്തിന്റെ ഒരു പങ്ക് ഞങ്ങളിപ്പം കസ്റ്റമർ റോയൽറ്റി ആയിട്ട് നമ്മൾ തരുന്നില്ല. നിങ്ങളുടെ കെയർ ഓഫിലോ എന്താ സെല്ലാവുന്ന ഓരോ പ്രൊഡക്റ്റിനും നിങ്ങൾക്ക് 1000 രൂപ വെച്ച് കിട്ടിക്കണം. 1000 രൂപ വെച്ച് കിട്ടിക്കണം. അതർവൈസ് അല്ലാതെ നമ്മളൊരു 1000 രൂപ ഡിസ്കൗണ്ടും ഇല്ലേ? അതെ, നമ്മുടെ വീഡിയോ നമ്മുടെ റെഫറിൽ വരുന്നവർക്ക് ഫ്ലാറ്റ് ആയിട്ട് 1000 രൂപ ഡിസ്കൗണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞിട്ട് വരുന്നവർക്ക് പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തരും മേടിക്കുന്ന അനുസരിച്ച് 1000 വെച്ച് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടിക്കൊണ്ടിരിക്കും. 18% GST തന്നെ അതാണ് 3000 രൂപയായി. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു അന്നത്തെ വീഡിയോയിൽ വന്ന മെയിൻ ആയിട്ടുള്ള അത്യാവശ്യം കമന്റുകളാണ് ഞാൻ സാറിനോട് പറഞ്ഞത്. സാറിന് അതിന് കൊടുക്കാനായിട്ടുള്ള റിപ്ലൈകൾ ഇതായിരുന്നു. അപ്പൊ ഇപ്പൊ ഇതിന്റെ കീഴിൽ ഇനി കുറെ കമന്റ് വരട്ടെ. കമന്റ് വരുമ്പോഴല്ലേ നമുക്ക് ഒരു എന്തൂസിയാസം ഉണ്ടാവുന്നത്. നമ്മുടെ ബുദ്ധി കുറച്ചുകൂടെ ചിന്തകളും ബുദ്ധികളും വളരൂല്ലേ. ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു യൂസർ 7 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആളെ കണ്ടിട്ട് യൂസർ റിവ്യൂ എടുക്കാണ്ട് പോയിട്ട് വന്നാണ്. അപ്പൊ നിങ്ങൾ ഇട്ട ഈ കമന്റുകൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് വന്നപ്പോ തന്നെ നമ്മൾ വിചാരിച്ചെന്നാ പിന്നെ നിങ്ങൾക്കുള്ള റിപ്ലൈ ലൈവായിട്ട് യൂസേഴ്സിനെ വെച്ച് തരാം. അതെ, അങ്ങനെ നമ്മള് ചിലര് പറഞ്ഞു ഇത് നടക്കില്ല, ഇങ്ങനെ ഒരു സാധനം വർക്കബിൾ അല്ല എന്നൊക്കെ കമന്റ് ഉണ്ടായിരുന്നു. അവർക്ക് 7 കൊല്ലമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കസ്റ്റമറിനെ തന്നെ കൊടുക്കുക, ഇനിയും തരാം കസ്റ്റമറിന്. അപ്പൊ എന്തായാലും ഇനിയും നിങ്ങൾ കമന്റ് ഇടുക. നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള എല്ലാ കമന്റ്സും നമ്മൾ റിപ്ലൈ ഇടുന്നതായിരിക്കും. ഓഫ് കോഴ്സ്. അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.